Hello, good morning. Good morning. Good morning. Good morning. Yes. Let's start. Good morning once again. How are you all? How are you? Okay, ma'am. Fine, ma'am. Yes. അപ്പൊ നമ്മള് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്, ഓർമ്മയുണ്ടോ? കണ്ടതായിട്ട്? Yes, ma'am. ആ, ഞാൻ വിചാരിച്ചു മറന്നുപോയി ഇന്ന്. യെസ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മീറ്റ് ചെയ്തതാണ്. നമ്മളൊരു ഇൻട്രോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആ ഒരു ക്ലാസ്സിൽ ഷെയർ ചെയ്തതാണ്. And our classes begins according to our syllabus. The classes is starting today. ഇന്നാണ് നമ്മളുടെ ക്ലാസ്. ഇന്ന് ഞാൻ തുടങ്ങുന്ന ക്ലാസ് കേട്ടോ. ഓൾറെഡി ടീച്ചേഴ്സ് കയറി അവരുടെ പോർഷൻസ് എടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. നമുക്കുള്ള ഈ 6 മൊഡ്യൂൾസും അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടീച്ചേഴ്സ് ആയിരിക്കും കൺവീനിയന്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ആ പോർഷൻസ് അവര് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിലബസ് സെൻഡ് ചെയ്ത് തന്നോ? സൗണ്ട് ഇല്ലല്ലോ, നിങ്ങൾ പറയുന്നത് കൊണ്ട് അധികം പെട്ടെന്ന് കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? നമുക്കൊന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നത് എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പൊ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. Then you can reply as your comments. അപ്പൊ നിങ്ങളുടെ കമന്റുകളോ തമ്പോ ഓക്കെയോ എസ് ഓക്കെ ആയിട്ട് ഇടുക കേട്ടോ. നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ബിക്കോസ് ഇടയിൽ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ ആ സൗണ്ടിൽ ഡിസ്റ്റർബൻസ് വരും. അപ്പൊ നമ്മളിവിടെ പറയുന്നതൊന്നും ചിലപ്പോ ക്ലിയർ ആവില്ല, ചിലപ്പോ എക്കോ പോലെയൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് അവരവരുടെ പോർഷൻസ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അക്കോർഡിംഗ് ടു ദ സിലബസ് ആ ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൺഫേം ചെയ്യുക കേട്ടോ. യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ചാപ്റ്റേഴ്സ് ആർ കംപ്ലീറ്റഡ്. എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വിട്ടുപോയോ? ഇപ്പൊ ചിലപ്പോ ഇൻകേസ് മനുഷ്യന്മാരല്ലേ, ചിലപ്പോ എടുക്കുന്ന സമയത്ത് ചിലപ്പോ ഏതെങ്കിലും ഭാഗം വിട്ടുപോകുക, ഏതെങ്കിലും എന്താ പറയാ ചാപ്റ്റർ വിട്ടുപോകുക, മിസ്സായി പോവുക ആണെങ്കിൽ നമ്മൾ അറിയിക്കണം. നമുക്ക് തന്നിരിക്കുന്ന സിലബസിൽ നമുക്കറിയാം ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നൊക്കെ നമുക്കറിയാം. സോ അത് കൃത്യമായിട്ട് ടീച്ചേഴ്സ് എടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മളും കൂടി ഒന്ന് അലേർട്ട് ആയിട്ടിരിക്കണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മിസ്സായാൽ ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്യാനും ഒക്കെ. അപ്പൊ നമ്മള് ഒരു ചാപ്റ്റർ ഇപ്പൊ കുറച്ച് ഒരു 2 ടീച്ചേഴ്സ് കയറി അവരവരുടെ ചാപ്റ്റേഴ്സ് ബിഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ടീച്ചർ എടുത്ത് നിർത്തുന്നതിന്റെ എന്താ പറയുക ബാക്ക്വേർഡിൽ പിടിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണെന്ന് വിചാരിക്കരുത്. ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾസ് ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഒരു ടീച്ചർ കയറിയിട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ല, ഞാൻ വെറുതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ, അങ്ങനത്തെ ഒരു അത് എന്താണ് ആ കോഴ്സും എന്നും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തോളൂ. ആക്ച്വലി ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിൽ ഒരു ഇൻട്രൊഡക്ഷന്റെ ചാപ്റ്റർ ഉണ്ട്. അത് ടീച്ചർ എടുക്കാൻ കയറിയിട്ടുണ്ടാകും, ടീച്ചർ എടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ടീച്ചർ അല്ലെ മിസ് വേറൊരു ക്ലാസ് ചാപ്റ്റർ ആണ് എടുത്തിരിക്കുന്നത്. ടീച്ചറുടെ സിലബസും ടീച്ചർ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്യും. അല്ലാതെ ഒരാള് അത്ര എടുത്തു അടുത്തത് വേറെ ടീച്ചർ വേറെ ചാപ്റ്റർ ആണല്ലോ എടുത്തതെന്ന് കൺഫ്യൂസ്ഡ് ആകണ്ട. ഒബ്വിയസ്ലി നമുക്കറിയാം ഓരോ മൊഡ്യൂൾസ് ആണ് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ചിലപ്പോഴൊക്കെ അങ്ങനത്തെ കൺഫ്യൂഷൻസ് സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഈ കാര്യം ഒന്ന് എടുത്തു പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ഓരോ ദിവസം ഓരോ ടീച്ചേഴ്സ് കയറി, എന്നിട്ട് ടീച്ചേഴ്സ് ഓരോരുത്തരും വേറെ വേറെ ചാപ്റ്റർ എടുത്തു. ഇതെന്താ ഇങ്ങനെ എന്ന് നമ്മളോട് എന്താ പറയാ അവിടെ നിന്ന് ഈ കുട്ടികളെ ഷെയർ ചെയ്യുന്ന ചില ഇതുകൾ മെസ്സേജസ് നമുക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട്. അങ്ങനെ എങ്ങനെയെന്നൊക്കെ അവർക്ക് പിടികിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വേണ്ട. 6 മൊഡ്യൂൾസ് നിങ്ങൾക്ക് ഉണ്ട്. അല്ലെങ്കിൽ 6 ചാപ്റ്ററിലും മൊഡ്യൂളിലും എങ്ങനെ വേണമെങ്കിലും യു ക്യാൻ കോൾ ഇറ്റ്. ബിക്കോസ് ലെങ്തി ആണ്
ഓരോ ചാപ്റ്റേഴ്സ് വളരെ 1-2 ചാപ്റ്റർ മാത്രമേ വളരെ ചെറുതുള്ളൂ. ദാറ്റ് മീൻസ് ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററും ഈ ഒരു ചാപ്റ്റർ മാത്രമേ നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ മാത്രമേ ചെറുതുള്ളൂ. ബാക്കിയെല്ലാം കമ്പാരിറ്റീവ്ലി ഭയങ്കര ലെങ്തി ആണ്. അപ്പൊ അത് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അത് ഓരോന്നും അതാത് മൊഡ്യൂൾസിലെ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഒന്ന് എൻഷുർ ചെയ്താൽ മതി. ഓക്കെ, 6 മൊഡ്യൂൾസും അത്രയാണ്. ചാപ്റ്റർ തുടങ്ങുമ്പോഴൊക്കെ ഓരോ ടീച്ചേഴ്സും പറയും ഇത്രാമത്തെ ചാപ്റ്റർ ആണ് എന്നൊക്കെ പറയും. അപ്പൊ ഓരോ ക്ലാസ്സിന്റെ ബിഗിനിങ്ങിൽ അത് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഇനി സംശയം ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. Can you follow me? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? യെസ്. സോ അവർ ചാപ്റ്റർ ഈസ് തേർഡ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന നിങ്ങളുടെ സിലബസിലെ തേർഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. Training and development. What is the importance of training in business organization? What do you mean by training? All these things are discussed in this chapter. So let's see one by one. Okay. നമുക്ക് എന്താണ് ട്രെയിനിങ്? ട്രെയിനിങ് എന്തിനാ ബിസിനസ് ഓർഗനൈസേഷൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ കോൺസെപ്റ്റ് ഓർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്ന്, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ട്രെയിനിങ്? നമുക്കറിയാം, വി ഓൾ മേ ഹാവ് അണ്ടർഗോൺ സം ടൈപ്സ് ഓഫ് ട്രെയിനിങ്. നമുക്ക് എല്ലാവരും ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കുള്ളൂ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ എല്ലാം എന്താ പറയാ, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് സം ട്രെയിനിങ് ഫ്രം ദ എക്സ്പീരിയൻസ്ഡ് വൺസ് ഓർ ദ ട്രെയിനേഴ്സ്. അല്ലെ, നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് അറിയാമെങ്കിലും ചെയ്യാനായിട്ടുള്ള ചിലപ്പോൾ ഒരു മടി അല്ലെങ്കിൽ പേടിയൊക്കെ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ദ ട്രെയിനേഴ്സ് ഗിവ്സ് സം ക്ലാസ്സസ് അക്കോർഡിംഗ് ടു ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ ജോബുമായി ബന്ധപ്പെട്ട ചില ക്ലാസ്സസ്, അത് പ്രാക്ടിക്കൽ ആകാം അല്ലെങ്കിൽ തിയററ്റിക്കൽ ആകാം, അങ്ങനത്തെ ചില ക്ലാസ്സസ് നമുക്ക് എടുത്തു തരും. ഹൗ ടു പെർഫോം ഇറ്റ്, അതെങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ടീച്ചേഴ്സ് ആകാൻ പഠിക്കുന്ന NTTC ആയിക്കോട്ടെ, അല്ലെങ്കിൽ B.Ed, അതുപോലെ തന്നെ മറ്റ് B.Ed, ഇന്ന് ഒരുപാട് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ടീച്ചേഴ്സ് അവർ തിയററ്റിക്കലായിട്ട് ബുക്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അവർ ഒരുപാട് സെമിനാർസ് അതുപോലെ തന്നെ പ്രോജക്ട്സ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ഓൾ ക്വാളിഫിക്കേഷൻ, അവരുടെ എന്താ പറയാ, ആ ഒരു ഫീൽഡിൽ അവർ ക്വാളിഫൈഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ്സും ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ they have to go for some training. അല്ലെ, ട്രെയിനിങ്ങിന് വേണ്ടി സ്കൂളുകളിലേക്ക് പ്രവേശിക്കുന്നു. അല്ലെ, അന്നേരം ചിലപ്പോൾ നമുക്ക് വലിയ ശമ്പളമൊന്നും ഉണ്ടാകില്ല, സാലറി ഒന്നും ഉണ്ടാകില്ല, ജസ്റ്റ് ഫോർ ട്രെയിനിങ്. ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഹൗ ടു ഡീൽ വിത്ത് ദ സ്റ്റുഡൻസ്, അല്ലെ, ഹൗ ടു ടീച്ച് ദം, അവരെയൊക്കെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെ ഇതുങ്ങളൊക്കെ പഠിപ്പിക്കാം എന്നതിനെ കുറിച്ച് ഒരു ട്രെയിനിങ് ഹാവ് ടു ബി ഗോഡ്. അല്ലെ, അവർക്കത് കിട്ടണം. ഫോർ ദാറ്റ് പർപ്പസ് ദേ ഗോ ടു സം സ്കൂൾസ്, നിയർ ബൈ സ്കൂൾസിലോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കോളേജസിൽ നിന്ന് തന്നെ പ്രിഫർ ചെയ്യുന്ന അവിടെയൊക്കെ സ്കൂളുകളിലേക്ക് അവർ എന്ത് ചെയ്യുന്നു, പോകുന്നു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. സച്ച് ദാറ്റ് അതുപോലെ തന്നെ ഈ മെനി ഫീൽഡ്, പല ഫീൽഡിലും ഇങ്ങനെയുള്ള ട്രെയിനിങ് ആവശ്യമുണ്ട്. ഡോക്ടേഴ്സ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദർ ഡോക്ടറേറ്റ് കിട്ടി, അല്ലെങ്കിൽ ഡോക്ടറായി, MBBS മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ച് ഡോക്ടറായി, അതിനുശേഷം വേഗം അങ്ങോട്ട് പോയിട്ട് വേഗം തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുകയല്ല, ജോലിയായിട്ട് കയറുകയല്ല. അവര് they have to also do some training under experienced senior doctors. അല്ലെ, നമുക്കറിയാലോ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ കീഴിൽ കുറച്ച് നാൾ പരിശീലിക്കും, ട്രെയിൻ ചെയ്യും അവരെ. നമ്മൾ കണ്ടിട്ടുണ്ട് യങ് ആയിട്ടുള്ള എന്താ പറയാ ഈ കുട്ടികൾ, അതായത് പഠിച്ചങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, അപ്പൊ അത്ര വളരെ പ്രായമൊന്നും ആയിട്ടില്ല, അത്രയും ചെറിയ കുട്ടികളൊക്കെ നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് we can see there are some young doctors, കുട്ടി ഡോക്ടർമാരെ നമുക്ക് അവരുടെ മുമ്പിൽ ഇരിക്കുന്നത് കാണാം. ഈ ഡോക്ടർ നമ്മൾ പരിശോധിക്കുമ്പോഴും അവർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും അവർ അതൊക്കെ നോട്ടീസ് ചെയ്യും. ഈ യങ് ഡോക്ടേഴ്സ് നോട്ടീസ് ചെയ്യും what they are doing and what is the condition or situation that of that particular patient. ഡോക്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്ന പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, അത് ഇതൊക്കെ നോക്കി അത് അവർ മനസ്സിലാക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവരും, അതായത് ഈ സീനിയർ ഡോക്ടേഴ്സും എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ചില ക്ലാസ്സസ് ആ പർട്ടിക്കുലർ പേഷ്യന്റ്, വന്നു പോയ പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുടെ രോഗാവസ്ഥ, ആൾക്ക് നമ്മൾ ഇങ്ങനെ മരുന്ന് കുടിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇറ്റ്സ് ഓൾസോ എ പാർട്ട് ഓഫ് ട്രെയിനിങ്. അതും ഒരു ട്രെയിനിങ് ആണ്. സോ എവറി വർക്ക് ഓർ ജോബ് ഹാസ് ഇറ്റ്സ് ഓൺ ട്രെയിനിങ്. അതിന് ആവശ്യമുണ്ട് ട്രെയിനിങ്. അത് ഒരു ജോലിയിലേക്ക് പുതിയതായിട്ട് കയറുമ്പോൾ
ആൻഡ് അത് മാത്രമേ ഉള്ളൂ, പുതിയതായിട്ട് കയറുന്ന ജോലിക്കാരന് മാത്രം ട്രെയിനിങ് കൊടുത്താൽ മതി എന്നാണോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ? ന്യൂലി അപ്പോയിന്റഡ് പേഴ്സൺ ഓൺലി ഹാവ് ടു ബി ഗിവൺ ട്രെയിനിങ്. ഈസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്? ശരിയാണോ? ഒരു പുതിയതായിട്ട് ഏതെങ്കിലും ഒരു ജോലിയിൽ പുതിയതായിട്ട് കയറുന്നവർക്ക് മാത്രമാണോ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? നോ, ദ ആൻസർ ഈസ് നോ. ബിക്കോസ് നമുക്കറിയാം അത് എന്താ പറയുക, ശരിയല്ല. കാരണം എന്താ? In some organizations, there may be some new enhancement of technology, or the organization may be developed. അതായത് ഓർഗനൈസേഷന്റെ വികസനം, അവര് പുതിയതായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന പുതിയ ടെക്നോളജീസ് എന്ന് വെച്ചാൽ പുതിയ എന്തെങ്കിലും മെഷീനറി സ്ഥാപിച്ചു, അല്ലെങ്കിൽ പുതിയ ഒരു രീതിയിൽ അവർ ബിസിനസിന്റെ കുറെ കാര്യങ്ങൾ സ്ട്രക്ചറിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ദാറ്റ് ഷുഡ് നോട്ട് ബി നോൺ ടു ദ എംപ്ലോയീസ്. അവിടെ ജോലി ചെയ്യുന്ന, അതായത് ഓൾറെഡി വർക്കിങ്ങിലുള്ള ജോലിക്കാർക്ക് ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഹൗ ടു ഹാൻഡിൽ, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ നമ്മളുടെ ജോലികൾ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം അവർക്ക് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെ? പുതിയ പുതിയ ടെക്നോളജീസ് ഇപ്പൊ ഈ മൊബൈൽ ഫോണുകളൊക്കെ ഇത്രയധികം എന്താ പറയാ ഫെമിലിയർ ആയപ്പോഴാണ് നമ്മൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം, അല്ലെ? അതിന് ഇതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും കേടോ അല്ലെങ്കിലോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. യങ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികളൊക്കെ വേണമെങ്കിൽ അത് പെട്ടെന്ന് അതിന്റെ എന്താ പറയാ ഒരു എന്തെങ്കിലും ഫംഗ്ഷനിങ് ഒക്കെ ചിലപ്പോൾ ബ്ലോക്ക് ആയി പോയി, അവരാണ് ചിലപ്പോൾ നമുക്കത് ശരിയാക്കി തരാം. കാരണം അവര് ജനിച്ചു വളർന്നപ്പോഴേ തുടങ്ങി ഈ സാധനം കാണാൻ തുടങ്ങിയത്, അല്ലെ? അപ്പൊ അവര് അത് ഹാൻഡിൽ ചെയ്യും. പക്ഷെ നമുക്കത് അറിയില്ല. അപ്പൊ നമുക്കത് അറിയണമെങ്കിൽ നമ്മളതിനകത്ത് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ പരിശീലിച്ചിരിക്കണം, അല്ലെ? അതുപോലെയാണ്. അപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആൻഡ് their employees also need a particular training for a unique job. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ ടെക്നോളജി ഡെവലപ്ഡ് ആയതുകൊണ്ട് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ മാറിയതുകൊണ്ട് we have to adapt the training to the employees those who are existing. പ്രീവിയസ്ലി ഉള്ള അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എംപ്ലോയീസിനും എന്താവശ്യമുണ്ട്? ഈ പറയുന്ന ട്രെയിനിങ് ആവശ്യമുണ്ട്, അല്ലെ? അപ്പൊ ട്രെയിനിങ് ന്യൂലി എൻട്രൻസ് ആയിട്ടുള്ള എന്താ പറയാ ജോലിക്കാർക്ക് എംപ്ലോയീസിന് മാത്രമല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനും ട്രെയിനിങ് ഇസ് വെരി വെരി നെസസറി. ഓക്കെ, ട്രെയിനിങ് എല്ലാവർക്കും ആവശ്യമുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതനുസരിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ആ പുതിയ കാര്യം എന്താണെന്ന് they have to understand, അല്ലെ? അത് അവർ മനസ്സിലാക്കണം, അത് റിയലൈസ് ചെയ്യണം, അതനുസരിച്ച് ഹൗ ക്യാൻ ദേ ആക്ട്, അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഷുഡ് ബി ഇൻഫോംഡ് ഓർ ട്രെയിൻഡ്. അതിനു വേണ്ടിയിട്ട് അവർക്കുള്ള ഇൻഫർമേഷൻസും അതുപോലെ ട്രെയിനിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. സോ വാട്ട് ഈസ് ട്രെയിനിങ്? ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി to increase the knowledge and the skills of employees for a definite purpose. ഒരു ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന്റെ സ്കില്ല് നോളജ് ഒക്കെ വർദ്ധിപ്പിക്കുക, ഇൻക്രീസ് ചെയ്യുക. നിലവിലുള്ളത് ചിലപ്പോ എനിക്ക് പഠിപ്പിക്കാൻ അറിയാം, എന്താ പറയാ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ കുട്ടികളെയൊക്കെ നോക്കാനും പഠിപ്പിക്കാനൊക്കെ അറിയാം. പക്ഷെ സ്റ്റിൽ നമുക്കുള്ള അറിവിനേക്കാൾ കുറച്ചും കൂടി ഇൻക്രീസ്ഡ് നോളജ് ഇപ്പൊ സ്കൂളുകളിൽ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഫേസ് ടു ഫേസ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നു. അവരുടെ ഇമോഷൻസ്, അവരുടെ എന്താ പറയാ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളിവിടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ക്യാമറാസും അതുപോലെ സൗണ്ട് ഒക്കെ മ്യൂട്ട് ചെയ്ത് ക്യാമറ ഓഫ് ചെയ്ത് നിങ്ങൾ ഇരിക്കുകയാണ്. വാട്ട് ഈസ് യുവർ റിയാക്ഷൻ? ഐ കാൻ സീ, അല്ലെ? നിങ്ങൾ എങ്ങനെ ഇത് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ മുഖത്തെ ഭാവങ്ങൾ തെളിയുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് എ ഡിഫറെന്റ് വേ ഓഫ് ടീച്ചിങ്. ഇതൊരു വേറെ രീതിയിലുള്ള ടീച്ചിങ് ആണ്. ഞാൻ ചിലപ്പോൾ സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പഠിപ്പിച്ചതിന്റെ എക്സ്പീരിയൻസിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഈ ഒരു ജോലി ചെയ്യാനായിട്ട് വന്നു കഴിയുമ്പോൾ ആൻഡ് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് അത് എന്താണെന്ന് ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ബിക്കോസ് ഇത് ഇങ്ങനെയാണ്, ഇത് ഓൺലൈൻ കോഴ്സ് ആണ് ആൻഡ് ദിസ് ക്ലാസ്സസ് വിൽ ബി ടൈറ്റിൽഡ് ലൈക്ക് ദിസ്. ഇത് ഇങ്ങനെ ചെയ്യണം, നോട്ട്സ് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യും, വി ഹാവ് ടു ടീച്ച് ദം, ഇത് നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കണം, അല്ലെ? കുട്ടികൾക്ക് ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യണം. ഓൾ ദീസ് തിങ്സ് വിൽ ബി ഗിവൺ ആസ് എ ട്രെയിനിങ്. അതൊക്കെ ഒരു പാർട്ട് ഓഫ് ട്രെയിനിങ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആ എംപ്ലോയിക്ക് കൊടുക്കുന്നു. ഞാൻ സ്കൂളിൽ പോയതോ കോളേജിൽ പോയോ പഠിപ്പിച്ച ആ സ്റ്റൈല് ഓഫ് ടീച്ചിങ് ഇവിടെ പറ്റില്ല, അല്ലെ? അവിടെ നമ്മൾ ടീച്ച് ചെയ്യുന്നതിന്റെയൊക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ഐ എം യൂസിങ് അനദർ ടൈപ്പ് ഓഫ് ടെക്നോളജി. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടറും ഒക്കെ വെച്ചിട്ട് നമ്മൾ വേറൊരു ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. സോ അങ്ങനെ മാറി മാറി വരുന്ന ഈ എന്താ പറയാ അക്കോർഡിംഗ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. പണ്ടുണ്ടായിരുന്ന ട്രഡീഷണൽ രീതികളൊക്കെ ഓർഗനൈസേഷനിൽ മാറി. നൗ ദേ ആർ ഓൾ ദ ഓർഗനൈസേഷൻസ് ആർ അഡാപ്റ്റഡ് ടു ചേഞ്ചസ്. എന്ത് ടെക്നിക്കൽ ചേഞ്ചസ് വരുമ്പോഴും അതൊക്കെ പുതിയത് അവരവരുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരിക എന്നാണ്
ഓരോ എന്റർപ്രണേഴ്സും അല്ലെങ്കിൽ ബിസിനസ്മാനും ആഗ്രഹിക്കുക. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദാറ്റ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എൻഹാൻസ്മെന്റ് ഓർ ഡെവലപ്മെന്റ്, അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്തരം ഡെവലപ്മെന്റുകൾ implement ചെയ്യുമ്പോൾ the employees have to be trained for that particular purpose. ആ ഒരു ഡെഫിനറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം. That means the training makes the employees more skilled and more knowledgeable. എന്തായാലും അത് മാറ്റും, എംപ്ലോയീസ് കൂടുതൽ അറിവുള്ളവര് അല്ലെങ്കിൽ കൂടുതൽ കഴിവുള്ളവരാക്കി മാറ്റണം. അതിന് ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യുന്ന അത്തരം ആക്ടിവിറ്റിയെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രെയിനിങ് എന്ന് വിളിക്കുക. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? അടുത്ത സെന്റൻസേ പറഞ്ഞുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ അതിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് മാത്രം. Training is an organized activity for increasing the knowledge and skills of people for a definite purpose. ഈ people എന്ന് പറയുന്നത് എംപ്ലോയീസ് ആണ്, ജോലിക്കാർ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവര്, അവരെല്ലാവരെയും നമ്മൾ എംപ്ലോയീസ് ആക്കുമല്ലോ. ഓക്കെ, സോ ഇറ്റ് ഈസ് to make, വീണ്ടും അത് എന്താ പറയാ, ഒന്നുകൂടി മറ്റൊരു സെന്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമേ, ഇറ്റ്സ് an act of increasing knowledge and skill. അത്രേ ഉള്ളൂ. ഒരു സിമ്പിൾ ആയിട്ട് നമ്മളൊരു ട്രെയിനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് an act of increasing knowledge and skill of employees. അതായത് ജോലിക്കാരുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രെയിനിങ് എന്ന് വിളിക്കുക. പ്ലീസ് അണ്ടർലൈൻ ദ ഫസ്റ്റ് സെന്റൻസ്. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകും. ദാറ്റ് മീൻസ് യു ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ സെന്റൻസ് ആൻഡ് സ്റ്റഡി ഈസിലി. ഓക്കെ, മനസ്സിലാക്കാനും പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുമായിട്ട് ചില സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറയും. അന്നേരം ഒന്ന് അണ്ടർലൈൻ ചെയ്യണമെന്ന് മനസ്സിലായോ? ചാപ്റ്റർ ഫുള്ള് തീർന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ഇന്നതാണ് എന്ന് ചെയ്യുന്നില്ല. അതിന് പകരം പറഞ്ഞു പോകുന്ന അത് ആ ഒരു ടോപ്പിക്കുകളുടെ അവിടെ എന്തൊക്കെയാണോ ഇമ്പോർട്ടന്റ് ഉള്ളത് നമ്മളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറയും. സോ യു മസ്റ്റ് ഡു ഇറ്റ്. അത് എന്തായാലും ചെയ്യണം. ഓക്കെ, പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എനിബഡി ക്യാൻ ആൻസർ. ആരോടാ ചോദിക്കണേന്നൊന്നുമില്ല, നമ്മളിവിടെ എല്ലാവരോടും കൂടിയാ എന്തെങ്കിലും ചോദിക്കണം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയോ യെസ്സോ അല്ലെങ്കിൽ തമ്പുരുണ്ട്. ഇവിടെ രണ്ടുപേര് ഓൾറെഡി 2-3 പേര് തമ്പുരുണ്ട്, രമ്യ. ഓക്കെ, അപ്പൊ ഇവര് അതുപോലെ എല്ലാവരും ഒന്ന്, ഞാൻ ചോദിക്കുന്നത് ഒരാളോടല്ല എല്ലാവരോടും കൂടിയാണ്. ലെറ്റ് ദം ആൻസർ എന്ന് വിചാരിക്കരുത്. കൂടെ ബാക്കിയുള്ളവരുണ്ടല്ലോ, അവർ ഉത്തരം പറയട്ടെ. വേണ്ട, അങ്ങനെ വേണ്ട. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ അതിന് മറുപടിയായിട്ട് പറയാം. സോ അത് എന്തായിരിക്കും? നമുക്കൊരു ഈസി വേ ഓഫ് ടീച്ചിങ് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഈ 1 മണിക്കൂർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇഫ് ദർ ഈസ് നോ റെസ്പോൺസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ സ്റ്റുഡൻസ്, അപ്പൊ നിങ്ങൾ ആരും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കൊരു എന്താ പറയാ, ഒരു പഠിപ്പിക്കാനൊരു ഇത് വേണ്ടേ അല്ലെ? നിങ്ങളുടെ ആ ഒരു റിപ്ലൈ അല്ലെങ്കിൽ റെസ്പോൺസ് ആണ് ഒരു എനർജി. അത് ചെയ്യുന്ന ആളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോഴൊരു പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോഴാണ് നമ്മൾക്കൊരു എനർജി ഇല്ല പഠിപ്പിക്കാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ, മുഖത്ത് എക്സ്പ്രഷൻ കാണാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് ക്ലിയർ ആകണ്ടോ എന്ന് നമുക്ക് ഡൗട്ട് വരും. ഓക്കെ, അപ്പൊ ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഫുൾ എനർജിയിലാണോ? മോർണിംഗ് കാലത്തന്നല്ലേ? നമ്മൾ 10:30 മണിയല്ലേ? 10:30 മണി കഴിഞ്ഞിട്ടുള്ളൂ, ഉച്ചയൊന്നും ആയിട്ടില്ല അല്ലെ? ഉച്ചയൊന്നും അല്ല, കാലത്താണ് നമ്മുടെ ക്ലാസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന് കുറച്ച് ഇതാണ്, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. കാലത്ത് തന്നെ ക്ലാസ് ഒക്കെ കേട്ട് അതൊക്കെ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ. ഓക്കെ, സോ ദെൻ ദ ട്രെയിനിങ് എനേബിൾസ്. ഇനി എന്താണ് ഈ ട്രെയിനിങ് കൊണ്ട്? ഓക്കെയാണ്, യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ട്രെയിനിങ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് എനേബിൾസ് the employees to be acquaintance with or to be familiar with their job. ആ ജോബ് എന്താണെന്ന് മനസ്സിലാക്കാൻ, അതുമായിട്ട് ഫെമിലിയർ ആകാൻ. അക്വൈൻറ്റൻസ് മീൻസ് ഫെമിലിയർ. അതായത് ഇപ്പൊ ഞാൻ എന്ത് ജോലി ചെയ്യണം, ആ കാര്യം എന്താണ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് ഒരു അറിവ്, ആ പറയുന്ന ആ പർട്ടിക്കുലർ ജോബിനെ കുറിച്ച് അറിവും, അതോടൊപ്പം തന്നെ ടു ഇൻക്രീസ് ദെയർ ആറ്റിറ്റ്യൂഡ്, സ്കിൽ, നോളജ്. ആ ഓരോ ആളുകളുടെയും ഓരോ ജോലിക്കാരുടെയും ആ ജോലിയോടുള്ള തന്റെ മനോഭാവവും അതുപോലെ തന്റെ അറിവും കഴിവൊക്കെ വർദ്ധിപ്പിക്കുക. ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുക്കുന്നത്. എന്തൊക്കെ കാര്യത്തിലാണ്? ടു അക്വൈൻറ്റൻസ് വിത്ത് ദെയർ ജോബ്, തന്റെ ജോലിയുമായിട്ട് ഒരു പരിചയം വരാനും, ടു ഇൻക്രീസ്, എന്തൊക്കെ ഇൻക്രീസ് ചെയ്യണം? ആറ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് നോളജ്. എന്താണ്? ആ ജോലിയോടുള്ള ആകെ മനോഭാവം. ഈ ജോലി ഈ കാര്യം എന്താണ്? ഓക്കെ, അത് നല്ലൊരു മനോഭാവത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആക്ടിറ്റ് വളരെ ഇൻഡ്യൂസിയാസ്റ്റിക്കലി, നമ്മൾ വളരെ സന്തോഷത്തോടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കി ഇത് ഇങ്ങനെയാണ് ചെയ്തത്. സോ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഇതെനിക്ക് ചെയ്യാൻ കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വിതൗട്ട് എനി ഫോൾട്ട്, ഒരു തെറ്റും
കുറ്റമൊന്നും ഇല്ലാതെ എനിക്ക് ആ ജോലി ചെയ്യാൻ തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായി. കാരണം ഐ ഗോട്ട് ട്രെയിനിങ് ഫോർ ദാറ്റ്. അതിനുള്ള ട്രെയിനിങ് നമുക്ക് കിട്ടി. അപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉള്ള അറിവിനോടൊപ്പം കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുക. അറിയായിരിക്കും, കാരണം നമ്മളിപ്പോ ഏത് കാര്യത്തിലും ക്വാളിഫിക്കേഷൻ നേടി വരുമ്പോൾ നമ്മൾ അതിന്റെ നോട്ട്സ്, തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ എല്ലാ വർഷവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ അത് ഹൗ ടു ബി മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ. ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആവും? ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താ? നിങ്ങൾ എന്താ പഠിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സാണ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു മാനേജ് ദ വർക്ക് ഫോഴ്സ്, മാൻ പവർ, ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ മാൻ പവറിനെ, അതിന്റെ മറ്റു പേരുകളാണ് കേട്ടോ, മറ്റ് സിനോണിം പദങ്ങളാണ്. ഹ്യൂമൻ റിസോഴ്സ്, അതുപോലെ തന്നെ എംപ്ലോയീസ്, എങ്ങനെ വേണമെങ്കിലും വർക്ക് ഫോഴ്സ് എന്നൊക്കെ പറയാം. ഈ പറയുന്ന ആ ഒരു വലിയ ഒരു സമൂഹത്തെയാണ് നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ there may be a lot of employees working. ഒരുപാട് ജോലിക്കാർ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ലുലു പോലെയുള്ള ഓർഗനൈസേഷനൊക്കെ നോക്കിയേ, എത്ര പേരാ ജോലിക്ക്? 1-2 പേരാണോ? അല്ലെ, 10,000 പേരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അവിടെ ജോലിക്കാർ, പല ഡിപ്പാർട്ട്മെന്റിലും, പല സെഷൻസിലായിട്ട്, പല ഫ്ലോറിലായിട്ട്. ഓക്കെ, അതുപോലെ പല വലിയ വലിയ ജ്വല്ലറീസ്, വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്സിൽ യു ക്യാൻ സീ എ ലോട്ട് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ദർ. അപ്പൊ ഈ പറയുന്ന വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മളിത് പുസ്തകത്തിൽ പഠിക്കും, ഈ സിലബസ് അനുസരിച്ച് ഇത് തിയററ്റിക്കൽ ആയിട്ട് നമ്മൾ പഠിക്കും. ബട്ട് യു ഹാവ് ടു മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ. ഇവരെയൊക്കെ മാനേജ് ചെയ്യണം. അങ്ങോട്ട് അടുത്ത് അവരുമായിട്ട് ഇടപഴകി അവരെയൊക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് മാത്രമല്ല അവരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കൂടി, അല്ലെ, അവരെ അടിച്ചേൽപ്പിക്കുന്ന കുറെ ജോലികളൊക്കെ കൊടുത്തിട്ട് നമ്മൾ സന്തോഷപ്പെട്ടിട്ട് കാര്യമില്ല. എംപ്ലോയീസ് കൂടി സാറ്റിസ്ഫൈഡ് ആകണം, അവരെയും സന്തോഷിപ്പിക്കണം. ഓക്കെ, അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ ജോലി. ആ കാര്യം ഏറ്റെടുക്കാൻ പോകുന്നത് നിങ്ങളാണ്. അപ്പൊ യു ഹാവ് ടു ബി വെൽ ട്രെയിൻഡ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങണം, ട്രെയിൻഡ് ആകണം. നോട്ടിൽ ഉള്ളത് മാത്രം പഠിച്ചല്ല, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളും നിങ്ങൾക്ക് കിട്ടണം. അപ്പം പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നേടുക. ഓക്കെ, സോ ഇറ്റ് ഇൻക്രീസസ് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾസോ ദ സ്കിൽ ആൻഡ് നോളജ്. അപ്പൊ ട്രെയിനിങ് കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഉപയോഗമൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് മനുഷ്യന്മാരുടെ എംപ്ലോയീസിന്റെ സ്കില്ലും നോളജും വർദ്ധിക്കുക. ആൻഡ് ഓൾസോ നമുക്കറിയാം, ന്യൂലി എംപ്ലോയി ഈസ് റിക്രൂട്ടഡ്, പുതിയതായിട്ട് നമ്മളൊരു ആളെ ജോലിക്ക് കൊണ്ടുവരാണ്. ആൻഡ് വി ഹാവ് ടു make them fully productive. ആ ജോലിക്കാരനെ നമ്മൾ ഫുള്ളായിട്ട് ആളുടെ ഉൽപാദനക്ഷമതയൊക്കെ മൊത്തം പുറത്തേക്ക് കൊണ്ടുവരണം. ആൻഡ് വിത്തിൻ ദ ഗിവൺ ടൈം, ആ ഒരു ടൈമിനുള്ളിൽ ഇപ്പൊ ഒരു പുതിയ ആളെ ജോലിക്ക് എടുത്തിട്ട് ഇത്രയും വർക്കാണ് നിനക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞ് അവരെ കാണിച്ചു കൊടുക്കാണ്. ചിലപ്പോ ഓടി വരുന്ന ആൾക്ക് ഒരു ട്രെയിനിങ് ഒന്നും കൊടുക്കാണ്ട് ഇന്ന സമയത്തിനുള്ളിൽ ഈ ഒരു ജോലി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ may not be possible. അത്ര എളുപ്പമൊന്നും ചിലപ്പോൾ കാര്യം നടക്കില്ല. പക്ഷെ ഇഫ് യു ഹാവ് ടു ഗെറ്റ് ദ പ്രൊഡക്ടിവിറ്റി, ആളുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റിയും കിട്ടണം വിതിൻ ദ ഗിവൺ ടൈം ഓർ വിതിൻ ദ മിനിമം ടൈം. പറഞ്ഞിരിക്കുന്ന ആ എന്താ പറയുക ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ആളിൽ നിന്നും നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂ എംപ്ലോയീസ് ഷുഡ് ബി ഗിവൺ ട്രെയിനിങ്. അവർക്ക് അങ്ങനെയുള്ള പുതിയ പുതിയ എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. എന്നാലേ അവരെ നമുക്ക് ഫുള്ളി പ്രൊഡക്റ്റീവ് ആക്കാനും അതുപോലെ തന്നെ മിനിമം ടൈമിൽ അവർക്ക് അവരുടെ ജോലികൾ ചെയ്യാനും പറ്റുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ഓൾഡ് വർക്കേഴ്സ്, ഇനി പഴയ ആളുകൾക്ക് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു, പുതിയതായിട്ട് കയറുന്നവർക്ക് മാത്രമാണോ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? നോ, അബ്സല്യൂട്ട്ലി നോ ആണ്. കാരണം ഈവൻ ദ ഓൾഡ് വർക്കേഴ്സ്, ഓൾഡ് എംപ്ലോയീസ്, പഴയ ജോലിക്കാരൊക്കെ ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ വി ഹാവ് ടു മേക്ക് ദം അപ്ഗ്രേഡ് ഓർ റിഫ്രഷ് ദം. അവരെന്ത് ചെയ്യണം? റിഫ്രഷ് ആക്കണം. എങ്ങനെ റിഫ്രഷ് ആക്കുക? അവർക്കും ഈ പറയുന്ന മാറ്റങ്ങൾക്ക്, if any changes have been adopted in the ബിസിനസിന്റെ ഏതെങ്കിലും മേഖലകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി, അത് ഈ പഴയ എംപ്ലോയീസിന് ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് അറിയില്ല എങ്ങനെ മാറുന്ന ടെക്നോളജി എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുമായിട്ട് എങ്ങനെ നമുക്ക് എന്താ പറയാ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും എന്ന് ചിലപ്പോൾ അവർക്ക് അവയർനെസ് ഉണ്ടാകില്ല. സോ അവർക്കും എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുക്കണം. എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുക? അതായത് if you are introducing more techniques, modern techniques, or when you are introducing new മെഷീൻസ്, പുതിയ മെഷീൻസ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും എക്യുപ്മെന്റുകൾ കൊണ്ടുവന്നു, സോ they have to work with them. ആ ഒരു മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ് വെച്ച് ഈ എംപ്ലോയീസ് പഴയതുള്ള എംപ്ലോയീസ് ജോലി ചെയ്യണ്ടേ? അപ്പൊ അവർക്കും അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇൻ എ ഹോസ്പിറ്റൽ there are a lot of staff nurses, other staffs, മറ്റ് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. If any particular machinery in a cardiology department is installed എന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റൽ എടുത്തത്. ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾ ഒന്ന് സപ്പോസ് ചെയ്യാം, ഇമാജിൻ ചെയ്യാം. അവിടെ
നമുക്കറിയാം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് യൂസസ് മെനി ടൈപ്സ് ഓഫ് മെഷീൻസ്, എക്കോ ചെയ്യാനായിട്ട്, TMT ചെയ്യാനായിട്ട്, അല്ലെ, പിന്നെ കാത്തലാബ്, ഇങ്ങനെ അവിടെയൊക്കെ ഓരോ മെഷീൻസ് ഒക്കെ ഉണ്ട്. ഈ മെഷീൻസ് ഒക്കെ ചിലപ്പോ പണ്ടത്തെ ആയിരിക്കാം, അവർ അപ്ഡേറ്റ് ചെയ്ത് പുതിയ മോഡൽ ഓഫ് മെഷീൻ കൊണ്ടുവരാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടി വെറൈറ്റി ഓഫ് മെഷീൻ അല്ലെ കൊണ്ടുവരാണ്. പണ്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ, എന്തിനാ അത്രയൊക്കെ പറയണേ, പണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ചെറുതായിരിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമുക്ക് ടെമ്പറേച്ചർ എങ്ങനെ നോക്കാം, നാവിന്റെ അടിയിൽ ഇത് വെച്ചിട്ടാണ്, തെർമോമീറ്റർ വെച്ചിട്ടാണ് അല്ലെ നോക്കുക, നാവിന്റെ അടിയിൽ. ഇന്നതൊക്കെ മാറി, ഇന്ന് നാവിന്റെ അടിയിലൊന്നും വെക്കുന്നില്ല, പകരം വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ വിരലിന്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ടെമ്പറേച്ചർ നോക്കുന്ന രീതിയൊക്കെ ഉണ്ട് ഇല്ലേ. അങ്ങനെ പുതിയ പുതിയ ടെക്നോളജീസ് മാറി വരും ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ സമയത്തും. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ന്യൂ മെഷീൻസ് ഇൻസ്റ്റാൾ ചെയ്തു, പഴയതൊക്കെ മാറ്റിയിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. സോ ഹൗ ടു ഓപ്പറേറ്റ് സച്ച് മെഷീൻസ്, അങ്ങനെയുള്ള മെഷീൻസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും എക്യുപ്മെന്റ് കൊണ്ടുവരും, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എന്ത് കൊടുക്കണം, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം അല്ലെ. സോ ദാറ്റ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പഴയ എംപ്ലോയീസിന് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ, മെഷീൻസ് പുതിയത് വാങ്ങിച്ചു, അതുകൊണ്ട് പഴയവർക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, നിങ്ങളെയൊക്കെ അടിച്ച് പുറത്തു വിടട്ടെ, എല്ലാത്തിനെയും പുറത്തേക്ക് വിടട്ടെ, എല്ലാത്തിനെയും ഡിസ്മിസ് ചെയ്തിരിക്കുന്നു, ടെർമിനേറ്റ് ചെയ്തു, ജോലിയിൽ നിന്ന് പിടിച്ചിട്ടൊക്കെ ഇതിനെ, എന്നിട്ട് അവിടെയൊക്കെ ഇത് പുതിയത് ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാരെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ? പോസിബിൾ അല്ല, അതൊക്കെ പോസിബിൾ അല്ലാത്ത കാര്യമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നിലവില് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഹാവ് ടു ബി ട്രെയിൻഡ് ഫോർ യൂസിങ് സച്ച് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ നിലവില് ഉള്ള എംപ്ലോയീസിനെ തന്നെ അത്തരം മെഷീൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ്. ട്രെയിനിങ് ഒറ്റയടിക്ക് കൊടുത്തു, എല്ലാം കഴിഞ്ഞു, ഇനി ട്രെയിനിങ് ഇല്ല നിങ്ങൾക്ക് എന്നാണോ? അല്ല, അതൊരു വൺ സ്റ്റെപ്പ് പ്രോസസ്സും അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് ട്രെയിനിങ് കൊടുത്തു, and if you find any particular individual or employee or group of employees are going down, അവരുടെ ജോലിയൊക്കെ ഇങ്ങനെ, അവരുടെ ഉത്പാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി ഒക്കെ താഴ്ന്നു പോകുന്നു, നമ്മൾ അന്ന് ട്രെയിൻ ചെയ്തപ്പോ അവര് കുറച്ച് നല്ല റിസൾട്ട് ഒക്കെ കിട്ടിയതാ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും അവരുടെ ജോലിയിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇച്ചിരി എന്താ പറയാ ഡൾനെസ് ഫീൽ ചെയ്യുന്നു, കൃത്യമായി ജോലി ചെയ്യുന്നില്ല, പെർഫോമൻസിൽ എന്തൊക്കെയോ അപാകതകൾ തോന്നുന്നു എങ്കിൽ ഇറ്റ് ക്യാൻ ബി ഗിവൺ അഗെയിൻ, വീണ്ടും ഒന്നുകൂടി അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ എന്ന് പറയുന്നത് വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല. ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വൺ സ്റ്റെപ്പ് പ്രോസസ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, മാത്രമല്ല ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ് കൂടിയാണ്. അത് ഒരിക്കലും നിലക്കില്ല, ഇടയ്ക്കിടയ്ക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ദ എംപ്ലോയീസ് ഹാവ് ടു ബി ഗിവൺ more and more knowledge and skill. കാരണം ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ റെഗുലർ ഇന്റർവെൽസിലും ഈ പറയുന്ന എംപ്ലോയീസിന്റെ സ്കില്ലും നോളജും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, വർദ്ധിപ്പിക്കേണ്ടി വരും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ന്യൂ എംപ്ലോയീസിന്, പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനും വി ഹാവ് ടു ഗിവ് ട്രെയിനിങ് ഫോർ പെർഫോമിംഗ് ദെയർ ജോബ്. അവർക്കും ട്രെയിനിങ് കൊടുക്കണം. ഓൺഗോയിങ് എംപ്ലോയീസിനും അവരെ റിഫ്രഷ് ചെയ്യാനും ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ ബോത്ത് ദീസ് ഗ്രൂപ്പ്, അതായത് ന്യൂ എംപ്ലോയീസ് ആസ് വെൽ ആസ് ദ existing or old employees have to be given proper training to perform their job. തീർച്ചയായിട്ടും ഈ രണ്ടു കൂട്ടർക്കും ട്രെയിനിങ് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ആ ഒരു താഴെ കിടക്കുന്ന കുഞ്ഞു പാരഗ്രാഫിലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. അവിടെ കിടക്കുന്നൊന്നും ഞാൻ വായിക്കില്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ആണ് ഈ പറയുന്നത്. അതിനകത്ത് അവിടെ അതൊക്കെ ഉണ്ട്. യു ക്യാൻ ഹാവ് ടു റീഡ്. നിങ്ങളാണ് വായിച്ചു നോക്കേണ്ടത്. അവിടെ കിടക്കുന്ന സെന്റൻസ് വായിച്ച് ഞാൻ അർത്ഥം പറയില്ല. അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കാം. ബിക്കോസ് നിങ്ങളാണ് ഇതിന്റെ വായിച്ചിട്ട് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അല്ലാതെ നമുക്ക് ഇപ്പൊ ഒരു കാര്യം ട്രെയിനിങ്, വാട്ട് ഈസ് ട്രെയിനിങ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് കൊടുത്തേക്കാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രെയിനിങ് എന്താണ്, നമ്മുടെ ഓൺ വേർഡ്സിൽ നമ്മൾ ഗ്രഹിച്ച കാര്യം എന്താണെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഇതങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. എന്ന് വെച്ചാൽ 4 ഓപ്ഷൻസ് തന്നിട്ട് മോക്ക് ടെസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളെ ഒരുക്കുന്നതിനാണ് മോക്ക് ടെസ്റ്റ് ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സെന്റൻസ് വായിക്കണം. ഞാനല്ല വായിക്കേണ്ടത്. സോ യു ഹാവ് ടു റീഡ്. അവിടെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് അവിടെ എവിടെയെങ്കിലൊക്കെ കാണും. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാലും വായിച്ചാലും മനസ്സിലാകും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന്. ചിലപ്പോ അതിലപ്പുറം പറഞ്ഞിട്ടുണ്ടാകും. അതും ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. സെന്റൻസസ് അവിടെ കിടക്കുന്നുണ്ടാകും. അവിടെ ഇല്ലാത്തതൊന്നും ഞാൻ എന്താ പറയാ, അല്ല അവിടെ ഉള്ളതൊന്നും ഞാൻ പറയാതെ പോയിട്ടില്ല. ഓക്കെ, അഗെയിൻ നിങ്ങൾ ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഈ ഒരു സെന്റൻസ് കേട്ടാ, training enables the employees to get acquainted with the job and also increase their aptitude, skill and knowledge. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? അതും അതിന്റെ തൊട്ടടുത്ത സെന്റൻസ്, മിനിമം ഓഫ് ടൈം.
പക്ഷെ തൊട്ടടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് മേക്സ് ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസ് എന്നാണ്. ആ ഇറ്റ് എന്നുള്ളടത്ത് നമ്മൾ ട്രെയിനിങ് എന്ന് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല അല്ലെ? ബുക്കോ നോട്ടോ ഒന്നും ഇല്ല കയ്യില്? ഓ ശരി, എന്നാ ശരി, കുഴപ്പമില്ല. അത് കിട്ടുമ്പോഴേക്കും ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ അല്ലെ? നിങ്ങൾക്ക് ബുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ബുക്കോ എന്താണോ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നാണോ പറയണേ? ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. ഓക്കെ യെസ്, ഞാൻ പെട്ടെന്ന് കയ്യിൽ ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ ബുക്കോ നോട്ടോ എന്താണോ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. സോറി. ഓക്കെ, സോ നെക്സ്റ്റ് ഡേ നമുക്കൊന്നുകൂടി അണ്ടർലൈൻ ചെയ്യാം. ഞാൻ പറഞ്ഞോളാം കേട്ടോ. നേരം ഒന്ന് പറയണട്ടെ, എന്നെ ഓർമ്മിപ്പിക്കില്ലേ, ചിലപ്പോ മറന്നു. ഓക്കെ, and what are next we have to study what are the importance of training. എന്തിനാ ട്രെയിനിങ് നടത്തുന്നത്? ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്താണ്? Let's see, it's an investment in HR with the promise to better returns in future, to get or to receive better result in future. എന്താണ് ഈ പറയുന്ന ട്രെയിനിങ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രാധാന്യം? ഒന്നാമത്തേത്, അതൊരു ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഏതില്? HR-ല്. HR മീൻസ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടുത്തെ അസറ്റ് തന്നെയാണ്. മനസ്സിലായി? ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ചെയ്യാണ്. അവിടുത്തെ ഓരോ ജോലിക്കാരനും അവിടുത്തെ അസറ്റാണ്. അസറ്റാണെന്ന് പറയാൻ കാരണം എന്താ എന്ന് വെച്ചാൽ അവരെ വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് അല്ലെ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി, എന്തെങ്കിലും ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അസറ്റാണ്. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഒരുപാട് മെഷീൻസ് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. എന്താ പറയുക, റെഫ്രിജറേറ്റർ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻസ് ഒക്കെ. അതൊക്കെ അസറ്റാണ്. കാരണം അത് വെച്ചിട്ട് നമ്മുടെ ജോലി കുറെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ജോലിയെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? ലഘൂകരിച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം മെഷീൻസ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ്സ് ആൻ അസറ്റ് അല്ലെ? അങ്ങനെ നമുക്ക് എന്താ പറയാ, ഇതുപോലെ എംപ്ലോയീസ് ഓൾസോ ആർ കൺസിഡേർഡ് ആസ് അസറ്റ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ അസറ്റ് ആണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്, അവിടെ ജോലിക്കാര്. അപ്പൊ ഈ പറയുന്ന ട്രെയിനിങ്ങും കൂടി കൊടുക്കുമ്പോൾ എന്ത് വന്നു? അതൊരു അഡീഷണൽ അസറ്റ് ആയി. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സസിന്റെ സ്കില്ല്, നോളജ് വർദ്ധിപ്പിക്കലാണല്ലോ ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്റെ അറിവും എന്റെ കഴിവും വർദ്ധിപ്പിച്ചാൽ അതൊരു നിക്ഷേപമാണ്. കാരണം എന്താ? എന്റെ ഈ അറിവും കഴിവും ഞാൻ എന്തിനു ഉപയോഗിക്കും? പുറത്തെവിടെയെങ്കിലും കൊടുക്കാനാണോ എന്റെ കഴിവും അറിവും വർദ്ധിപ്പിക്കുന്നത്? ബിസിനസ് ഓർഗനൈസേഷൻ എന്റെ കഴിവ് ഞാൻ പോയി പ്രദർശിപ്പിക്കാനാണോ പുറത്തെവിടെയെങ്കിലും? അല്ല, ടു മേക്ക് യൂസ് ഓഫ് മൈ സ്കിൽ ആൻഡ് നോളജ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. എന്റെ കഴിവും എനിക്ക് തന്നിരിക്കുന്ന സ്കില്ലും ഒക്കെ എന്റെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാൻ വേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു ഉൽപ്പന്നമാണ്. നമ്മളെ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ നേട്ടം ഉണ്ടാക്കണം. സോ ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നത് വെറുതെ ആകുമോ? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? യെസ്. അപ്പൊ ഓക്കെ, അപ്പോ നമ്മള് ഒരു ഓർഗനൈസേഷനിൽ when training is provided to the employees, it's an investment in HR. HR-ൽ ഒരു വലിയ നിക്ഷേപമാണ് ആ ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം they can make better returns in future. ഇപ്പൊ ഇച്ചിരി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ട്രെയിനിങ്ങിന് ചെലവുകളൊക്കെ ഉണ്ട്. ട്രെയിനറിനെ കൊണ്ടുവരണം, നല്ലൊരു ട്രെയിനർ എന്നൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ട്രെയിനറിനെ കൊണ്ടുവന്ന് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഇറ്റ്സ് ഓൾസോ ആൻ എക്സ്പെൻസ്. കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ചെലവാണ്. ട്രെയിനർമാരെ പുറത്തുനിന്ന് എവിടെയെങ്കിലും ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയ ആളുകളെ കണ്ടെത്തണം, അവരെ കൊണ്ടുവരണം, അവർക്ക് അവരുടേതായ പേയ്മെന്റ് കൊടുക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സും മെറ്റീരിയൽസും ടൂൾസും ഒക്കെ അറേഞ്ച് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഒരു പർട്ടിക്കുലർ ഡേ അതിന് വേണ്ടി മാറ്റി വെക്കണം. ജോലിക്കാർക്ക് അന്ന് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ട്രെയിനിങ് കൊടുക്കുകയാണല്ലോ. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണ്ടേ? സോ ഒരു ദിവസം ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ അവിടെ എന്ത് ചെയ്യും? ഒരു നോ വർക്ക് ഡേ ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു ഉദ്യമം ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ there is an aim behind it. അതിന് പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. എന്താ വലിയ ലക്ഷ്യം? To produce, to increase the productivity of that particular employee. ആ എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. ആൻഡ് ടു ഗെറ്റ് better results in future. ആളെ ഉപയോഗിച്ച് നമുക്ക് ഭാവിയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് എന്ത് ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം. ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് വിത്ത് എ പ്രോമിസ് ടു ബെറ്റർ റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ. നല്ല രീതിയിലുള്ള റിട്ടേൺ ഭാവിയിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് HR-ൽ ചെയ്യുന്നു. അത് ട്രെയിനിങ്. മനസ്സിലായോ? അത് ട്രെയിനിങ് കൊണ്ടുള്ള വലിയൊരു നേട്ടമാണ്. അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ വലിയൊരു പ്രാധാന്യമാണ്. ക്ലിയർ ആയല്ലോ?
Second one, respond to technology changes affecting the job requirements. Point ആയതുകൊണ്ട് പറയാണ്. അപ്പൊ ഇനി എന്താ പുതിയ when we are increasing adapting new technologies, നമ്മുടെ ജോലിയെ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ പുതിയ ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് if we are adopting or installing new technologies, പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു, പുതിയ മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ജോലിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ജോലി നമുക്ക് ചെയ്യണമെങ്കിൽ അത്തരം മെഷീൻസ് ഉണ്ടായില്ല എങ്കിൽ നമുക്കത് കൊണ്ടുവരണം, അത്തരം ടെക്നോളജി ഉപയോഗിക്കണം. സോ അതിന്റെ ഒരു റെസ്പോൺസ് കൂടിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഉപയോഗിക്കാൻ എംപ്ലോയീസിനെ പരിശീലിപ്പിക്കണം. അതും ട്രെയിനിങ് ആണ്. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെസ്പോണ്ട് ടു ന്യൂ ചേഞ്ചസ് ഇൻ ടെക്നോളജി. പുതിയ ചേഞ്ചസ് ടെക്നോളജിയിൽ വരുമ്പോൾ നമ്മുടെ ജോബ് റിക്വയർമെന്റിനനുസരിച്ച് പുതിയ ടെക്നോളജീസ് നമ്മുടെ ജോബിൽ വരുമ്പോൾ അതിനൊരു റെസ്പോൺസ് കൂടിയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻസ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റില് എനി ഡൗട്ട്? Nobody. Yes, it serves as an effective source of recruitment. ഇനി മറ്റൊന്നെന്താണ്? effective source of recruitment ആണ്. ഇപ്പൊ when we are recruiting a particular employee, ഒരു പുതിയ എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ sometimes it may be necessary to provide a training. എന്ന് വെച്ചാൽ ആൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. പുതിയ എംപ്ലോയീസ് ആയതുകൊണ്ട് ആ ഒരു ആൾക്ക് ചിലപ്പോ നമ്മള് എന്താണ് ഇവിടെ ഈ ആളുടെ ജോലി, ആൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ചിലപ്പോ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് വരുമ്പോ പഠിച്ച് പുസ്തകത്തിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നല്ല മാർക്ക് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഓൺലി എ പർട്ടിക്കുലർ റിക്വയർമെന്റ്. അത് മാത്രമല്ല ഇവിടെ ആവശ്യമുള്ളത്. ട്രെയിനിങ് ഓൾസോ ഷുഡ് ബി ഗിവൺ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ അത് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ന്യൂ എൻട്രൻസിന് അല്ലെങ്കിൽ ന്യൂ റിക്രൂട്ട്മെന്റ് അതിന് വേണ്ടിയിട്ടും ട്രെയിനിങ് ഈസ് ഓൾസോ പ്രൊവൈഡ്. ന്യൂ റിക്രൂട്ട്മെന്റുകളൊക്കെ നടക്കുമ്പോൾ ട്രെയിനിങ് ഒരു സർവീസ് ആണ്. അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ട ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. അത് ഇമ്പോർട്ടന്റ് ആണ്, നെസസിറ്റി ആണ്, മാൻഡേറ്ററി ആണ്. മനസ്സിലായോ? അപ്പൊ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്താലേ അത്തരം ജോലികൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നത്. Then it's also a support for our career development. ഇത് നമ്മളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കൂടിയാണ് ഈ പറയുന്ന ട്രെയിനിങ്. അതെങ്ങനെയാണ് കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള സപ്പോർട്ടായി മാറുന്നത്? കാരണം നമ്മുടെ ജോലി നമ്മളിപ്പോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാ ദിവസവും റുട്ടീനായിട്ട് വരുന്നു, ഓഫീസിൽ വരുന്നു, ജോലി ചെയ്യുന്നു, അങ്ങനെ പോകുന്നു, വീണ്ടും ഒരു ദിവസം ഇത് തന്നെ അല്ലെ? ചേഞ്ച്. പക്ഷേ there must be some change. നമ്മുടെ കരിയർ അങ്ങനെ മാറിയാൽ മതിയോ? നമ്മളിപ്പോ ജോലിയിൽ ഇന്ന പൊസിഷനിൽ നമ്മൾ ജോലിക്ക് കയറി, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ജോലി കയറി, എന്നും ഒന്നും അവിടെ നിൽക്കാനാണോ? അല്ല. ചില ആളുകൾക്ക് ചില എയിംസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ലക്ഷ്യത്തിൽ നിന്നും ആ ഒരു പൊസിഷനിലേക്ക് എത്തണം. സോ അത് പടിപടിയായിട്ട് നേടിയെടുക്കാൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ്. ഈ ട്രെയിനിങ് ഇങ്ങനെ ട്രെയിനിങ് കിട്ടിക്കഴിയുമ്പോൾ ദാറ്റ് എംപ്ലോയി ബിക്കംസ് മോർ എഫിഷ്യന്റ്, മോർ സ്പെഷ്യലൈസ്ഡ്. അവർ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ എഫിഷ്യന്റ് ആകും, അതില്ലെങ്കിൽ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആകും. അങ്ങനെ പോകെ എന്ത് ചെയ്യാൻ പറ്റും? ആൾക്ക് തന്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ട്രെയിനിങ് ഓൾസോ പ്രൊവൈഡ്സ് സ്പെഷ്യലൈസേഷൻ, എഫിഷ്യൻസി ടു ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസസ് ദെയർ കരിയർ ഡെവലപ്മെന്റ്. അതിന്റെ അവരുടെ കരിയർ ഡെവലപ്മെന്റിനും കൂടി എന്തുണ്ട്? വഴിയൊരുക്കുന്നുണ്ട് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കരിയർ ഡെവലപ്മെന്റിന് ഒരു സപ്പോർട്ടാണ് നമ്മളുടെ ഏത് ട്രെയിനിങ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ, അഡാപ്റ്റ് ടു ഇൻക്രീസ് ഡൈവേഴ്സിറ്റി ടു ദ വർക്ക് ഫോഴ്സ്. അതായത് ഡൈവേഴ്സിറ്റി കൊണ്ടുവരാം വർക്ക് ഫോഴ്സിൽ. എന്താ ഡൈവേഴ്സിറ്റി മീൻസ് എന്താ വെച്ചാ ഒരു വ്യത്യാസം അല്ലെ? പഴയതിൽ നിന്ന് കുറച്ച് പുതുമ അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്ന രീതി, വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യങ്ങള് വർക്ക് ഫോഴ്സിലേക്ക് കൊണ്ടുവരാം. അതനുസരിച്ച് we have to adapt the workers or workforce. ആ വർക്കേഴ്സിനെ അല്ലെങ്കിൽ ജോലിക്കാരെ ആ ഒരു എന്താ പറയാ മാറ്റങ്ങൾക്ക് വിധേയരാക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ മാറി ഓർഗനൈസേഷന്റെ ഇന്റേണൽ സ്ട്രക്ചർ നമ്മൾ മാറ്റാണ്. ബിസിനസിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു. സോ ഇറ്റ് ഷുഡ് ബി for that particular purpose നമ്മൾ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ആ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുക്കി അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അതും ട്രെയിനിങ് ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ട്രെയിനിങ് ആ ഒരു അഡാപ്റ്റ് ചെയ്യാൻ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുമ്പോൾ എംപ്ലോയീസിനെ നമുക്ക് അതിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ ട്രെയിനിങ് കൊടുത്തേ മതിയാകുക. ട്രെയിനിങ് ഇമ്പോർട്ടന്റ് ആണ്. ചേഞ്ചസ് ഇൻ ഡൈവേഴ്സിറ്റി ടു വർക്ക് ഫോഴ്സിന് ഡൈവേഴ്സിറ്റി കൊടുക്കുക, അവരുടെ മാറി വരുന്ന ചില കാര്യങ്ങൾക്ക് അവരെ അതിനുവേണ്ടി അഡാപ്റ്റ് ചെയ്യിപ്പിക്കുക, ഒരുക്കുക.
അതും എന്താണ് ട്രെയിനിങ്ങിന്റെ ഒരു പാർട്ടാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, റെസ്പോണ്ട് ടു ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ്. ഇനി എന്താ നമ്മളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ റെസ്പോൺസ്, മറ്റൊരു റെസ്പോൺസ് ആണ്. എന്തിനുള്ള റെസ്പോൺസ്? ഓർഗനൈസേഷൻ റീസ്ട്രക്ചർ ആണ്. എന്താ ഈ ഓർഗനൈസേഷൻ റീസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് മീൻസ് ദ കമ്പനി ഓർ ദ വർക്കിംഗ്സ് ഓർ ദ പ്രോസസ്സസ് which are going inside the company goes to changes in the internal structure. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറിൽ അങ്ങോട്ട് മാറ്റങ്ങൾ വരുത്തുക. എന്തിനു വേണ്ടിയിട്ട്? ടു ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റു പല ബെറ്റർ റിസൾട്ട്സിന്, ടു അച്ചീവ് ദ ഗോൾ ആസ് സൂൺ ആസ് പോസിബിൾ, അവർ ഉദ്ദേശിച്ച ലക്ഷ്യം എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ. ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ഓർഗനൈസേഷൻ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ, അതിന്റെ ആന്തരികമായിട്ടുള്ള ഘടനയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. സോ അങ്ങനെ മാറ്റം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം? വീണ്ടും ട്രെയിനിങ് വേണം, അല്ലെ? അപ്പൊ ആ ഒരു ഇന്റേണൽ സ്ട്രക്ചറിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനും ട്രെയിനിങ് ഈസ് വെരി വെരി നെസസറി. മനസ്സിലായോ? ഇന്റേണൽ സ്ട്രക്ചർ ആകെ അങ്ങോട്ട് മാറ്റുകയാണ്. ഡിപ്പാർട്ട്മെന്റുകളിൽ മാറ്റം വരുന്നു. ചിലപ്പോ എന്താ പറയാ ഏതെങ്കിലും എന്താ പറയാ ടീമുകളെ മാറ്റുന്നു. ചില ആളുകൾ ടീമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ ടീം അങ്ങോട്ട് അഴിച്ചുപണിയാണ്. ഈ ടീം പറ്റില്ലെങ്കിൽ അതിൽ നിന്ന് ചില ആളുകളെ മാറ്റി വേറെ ടീമുകളിൽ നിന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്നു. അതെന്താ? അപ്പൊ സ്ട്രക്ചർ മാറി. കാരണം നേരത്തെ ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി ജോലി ചെയ്തിരുന്നത്, മറ്റൊരു ഗ്രൂപ്പ് വേറെ. ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റുകളിൽ തന്നെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആളുകളെ മാറ്റി മറിച്ചൊക്കെ എംപ്ലോയീസിന് ഇടുന്നു. സോ ദർ വിൽ ബി സം ഇന്റേണൽ റീസ്ട്രക്ചറിങ്. അപ്പൊ ഇന്റേണൽ ആയിട്ട് ആന്തരികമായിട്ട് ആ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുന്നു. റീസ്ട്രക്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ the employees have to be known. അവർക്ക് അറിയണം എന്താണ് ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പില്, നേരത്തെ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് മാറി വേറെ ഗ്രൂപ്പിലായി അവിടെ എന്താ ചെയ്യില്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ട്രെയിനിങ് കൊടുക്കണ്ടേ? അപ്പൊ അതിനുള്ള റെസ്പോൺസ് ആയിട്ടും ട്രെയിനിങ് ഈസ് നെസസറി. അപ്പൊ റെസ്പോണ്ട് ടു ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? Then the last one, fulfill employee need for growth. ഇനി എന്താ? എംപ്ലോയീസിന്റെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി. സ്വന്തം വളരാന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കലി വളരുന്നതാണോ? അല്ല, മെന്റലി ആൻഡ് നോളജ് വൈസ്, സ്കിൽ വൈസ്, എല്ലാ രീതിയിലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത്. കാരണം ട്രെയിനിങ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ വളരെ എന്താ പറയാ കുറച്ചും കൂടി നമുക്ക് എന്താ കോൺഫിഡന്റ് ആകും. നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും. നമ്മൾ പഠിക്കാൻ പോയി പഠിച്ചൊക്കെ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടി, ഇങ്ങനെ ഇതും പിടിച്ചിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നു, അവസാനം ജോലി കിട്ടി കഴിയുമ്പോൾ വി ആർ നോട്ട് കോൺഫിഡന്റ് ടു ഡു പർട്ടിക്കുലർ ജോബ്. നമ്മൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലി തന്നെ കിട്ടി, പക്ഷെ എങ്കിലും നമുക്ക് കോൺഫിഡൻസ് വരുന്നില്ല. അപ്പൊ ആ കോൺഫിഡൻസ് കൊണ്ടുവന്ന് അങ്ങനെ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ വ്യക്തിപരമായ ഒരു വളർച്ച ഉണ്ടാക്കി നമുക്ക് തരാനായിട്ട് എന്തിന് സാധിക്കും? ട്രെയിനിങ്ങിന് സാധിക്കും. ട്രെയിനിങ് ഓൾസോ ഹെൽപ്സ് ഓർ ഫുൾഫിൽസ് ദ എംപ്ലോയീസ് നീഡ് ഫോർ ഗ്രോത്ത്. എംപ്ലോയീസിന്റെ വളർച്ചയ്ക്ക് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് എന്ത്? ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ മനസ്സിലായോ? സിഗ്നിഫിക്കൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്, ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങൾ മനസ്സിലായോ? എത്ര പോയിന്റ് ഉണ്ട്? 7 പോയിന്റുകൾ ഉണ്ട്. അപ്പൊ 7 പോയിന്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ വി ഹാവ് ഓൾറെഡി നോൺ വാട്ട് ഈസ് ട്രെയിനിങ്. ആ ട്രെയിനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ട്രെയിനിങ്, ആർക്കൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആൻഡ് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. Now we are going to learn the training process. എന്താണ് ട്രെയിനിങ്ങിന്റെ പ്രോസസ്? നമ്മൾ വീണ്ടും പറയാണ്, ട്രെയിനിങ് ഈസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രൊസീജിയർ. ഒരിക്കലും അതൊരു സിംഗിൾ സ്റ്റെപ്പ് പ്രൊസീജിയർ അല്ല, പ്രോസസ് അല്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്, നെവർ എൻഡിങ് പ്രോസസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ട്രെയിനിങ് അത് ഒരിക്കലും നിലയ്ക്കുന്നില്ല. കാരണം എന്താ? വി ക്യാൻ സീ ഇൻ ദ വേൾഡ് ദർ ഈസ് എന്താ പറയാ ഒരു ബൂം ഇൻക്രീസ് ഇൻ ടെക്നോളജി. നമുക്കറിയാം ഒരു വലിയ രീതിയിലുള്ള ടെക്നോളജി മാറ്റങ്ങളാണ് നമ്മുടെ ലോകത്ത് തന്നെ നടക്കുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പണ്ട് നമ്മൾ ഏത് രീതിയിലായിരുന്നോ ജീവിച്ചിരുന്നേ, നമ്മൾ എന്തൊക്കെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നോ, ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസിലേക്ക് വരുമ്പോ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള മെഷീൻസും മെഷീനറീസ് എക്യുപ്മെന്റ്സും ഉപയോഗിക്കുന്നു എന്ന് ടെക്നോളജിയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകും, ഇല്ലേ? ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഓൾസോ ഇപ്പോഴും ഇറ്റ്സ് ഓൾസോ സ്റ്റിൽ ഫാസ്റ്റ് ഗ്രോയിങ്. ഇപ്പോഴും അത് എന്ത് ചെയ്യാം? വികസിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ചിലപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന പല മെഷീൻസും ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആകും.
ഫാഷൻ ഔട്ട് ആകും. എന്ന് വെച്ചാൽ എന്താ ഔട്ട്ഡേറ്റഡ് ആകാന്ന് പറഞ്ഞാൽ അതൊക്കെ പഴയ രീതിയിലാകും അല്ലെ? കാരണം എന്താ, പുതിയ ആളുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഓരോ ദിവസവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങള് പുതിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. നമ്മളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മളും അതനുസരിച്ച് ആ സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് ചെയ്യണം. അപ്പൊ അതുപോലെ അത് നമുക്ക് വലിയ അത്യാവശ്യമില്ല, നമ്മളങ്ങനെ ആവശ്യമില്ലാതെയും ആവശ്യമുണ്ടെങ്കിലും ഒക്കെ ആ സാഹചര്യത്തിന് അനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ പേഴ്സണലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ പുതിയ മെഷീൻസ് വാങ്ങിക്കുന്നു, ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കണേന്ന് 1-2 ദിവസമൊക്കെ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അതിന്റെ മറ്റു കാര്യങ്ങൾ മാനുവൽസ് ഒക്കെ എടുത്ത് നോക്കി വായിച്ച് മനസ്സിലാക്കിയായിരിക്കും നമ്മളത് എന്താ പറയാ വർക്ക് ചെയ്യിപ്പിക്കാം. ഞാൻ അത്തരം അവകാശം നമുക്ക് ഓർഗനൈസേഷനിൽ കിട്ടില്ല. ഇഫ് ദ ഓർഗനൈസേഷൻ അഡോപ്റ്റ്സ് ന്യൂ ടെക്നോളജീസ് വി ഹാവ് ടു ക്വിക്ലി അഡാപ്റ്റ് ടു ദാറ്റ്. അതുമായിട്ട് നമുക്കും അഡാപ്റ്റഡ് ആകണം. ഓക്കെ, അപ്പൊ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുമ്പോ എന്താ പറയാ ട്രെയിനിങ് പ്രോസസ് ഈസ് എ കണ്ടിന്യൂയിങ് പ്രോസസ്. അപ്പൊ അതിങ്ങനെ പുതിയതായിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് മാറിക്കഴിയും. അതാണ് ഒരു എഫിഷ്യന്റ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഈസ് എ ഓൺഗോയിങ് പ്രോസസ്. അതിങ്ങനെ പ്രോസസ്സ് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്, ഒരിടത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റാത്തതാണ്. സോ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരു പ്രത്യേക എന്താ പറയാ ഒരു പ്രത്യേക രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ ആണ് ഈ ട്രെയിനിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത് ടു എൻഹാൻസ് ദ സ്കിൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾസോ ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസിന്റെ മനോഭാവം, അതുപോലെ തന്നെ അവരുടെ സ്കില്ല്, അവരുടെ ബിഹേവിയർ, ഒരു പർട്ടിക്കുലർ ജോബ് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഹൗ ടു ഡു ഇറ്റ്, അതിന് ഇറ്റ് ഹെൽപ്സ്. എന്ത് ഹെൽപ്പ് ചെയ്യും? ട്രെയിനിങ് ആണ് ആളെ ഹെൽപ്പ് ചെയ്യുക. സോ what are the important training processes? ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ട്രെയിനിങ്ങിന്റെ പ്രോസസ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോസസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 5. 5 ട്രെയിനിങ് പ്രോസസ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ക്യാൻ സീ എ ഫ്ലോ ചാർട്ട്. അതൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ആണ് എന്ന് നമ്മളിവിടെ തൊട്ട് മുകളിൽ പറഞ്ഞു. സിസ്റ്റമാറ്റിക് ഓർഡർ ആക്ടിവിറ്റി ആണ് എന്ന് വെച്ചാൽ എന്താ, ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്, അത് കഴിഞ്ഞിട്ട് അടുത്തത്, അങ്ങനെ. ഓക്കെ, അതുകൊണ്ടാണ് ഫ്ലോ ചാർട്ട് രീതിയിൽ അവിടെ കാണിച്ചിരിക്കുന്നത്. സോ ആ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് ഒറ്റ ഗ്ലാൻസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ട്രെയിനിങ് പ്രോസസ്. ട്രെയിനിങ്ങിന്റെ പ്രോസസ്സുകൾ ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണാനാണ് നമുക്ക് ആ ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? നീഡ് അസസ്മെന്റ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. അപ്പൊ ഈ രീതിയിലാണ് എന്താ ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ കണ്ടക്ട് ചെയ്ത് ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ തെറ്റണ്ട. ഓർഡർ വീണ്ടും പറയാം. നീഡ് അസസ്മെന്റ് എന്താണ് പറയണ്ട, എക്സ്പ്ലനേഷൻ അവിടെ ഇല്ല, പിന്നെ അവിടെ പറയാം. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, ഇതെല്ലാം ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റെപ്സ് ആണ്. മനസ്സിലായോ? ആ ഒരു എന്താ പറയാ ഫ്ലോ ചാർട്ട് ഒക്കെ ഇങ്ങനത്തെ ചാർട്ടുകൾ പോലെ ഡയഗ്രാംസ് പോലെ വന്നാൽ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓർത്ത് വെച്ചേക്കാം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിലേക്ക് നോട്ട് വരുമ്പോൾ നമ്മളതൊന്ന് അണ്ടർലൈൻ ചെയ്യും. ഏത് സെന്റൻസ് ഏത് ഭാഗം മാർക്ക് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം എന്നൊക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ അതില്ലല്ലോ. ഓക്കെ, മനസ്സിലാകണ്ടോ പറയുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള ട്രബിൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാം, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ മുഖമൊന്നും നമുക്ക് കാണാനല്ലോ. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിള്ളേരിങ്ങനെ കൊച്ചുകുട്ടികൾ നമ്മള് കോളേജിലും മറ്റൊക്കെ പഠിപ്പിക്കുമ്പോ പിള്ളേരുടെ മുഖത്ത് ഇങ്ങനെ ഒരു ഭാവം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് തന്നെ അത് ക്യാച്ച് ചെയ്യും. നമ്മളത് മനസ്സിലായിട്ടില്ല, അവരുടെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷനും കൊണ്ട് നമുക്ക് മനസ്സിലായി അവർക്ക് ആ ഒരു പോയിന്റ് ക്ലിയർ ചെയ്തിട്ടില്ല എന്ന് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2-3 പ്രാവശ്യമൊക്കെ പറയും. പക്ഷെ ഇവിടെ ഐ എം ഹെൽപ്ലെസ്. കാരണം നമ്മൾ ആ മുഖം നോക്കി നിങ്ങളുടെ എന്താ പറയാ മനസ്സിലാക്കണ്ടോ ഇല്ലേ എന്നുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് അവരുടെ മുഖത്ത് തെളിയണ്ടോന്നോ കാണാൻ പറ്റുന്നില്ല, ക്യാമറ ഓഫ് അല്ലേ. അതുകൊണ്ട് ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ അവിടെ ഇന്ന് പറയണം, മാം പറയുമെന്നോ അല്ലെങ്കിൽ ഓക്കെ എന്നോ യെസ് എന്നോ ഒക്കെ പറയുമ്പോ അത് നമുക്ക് മനസ്സിലായി ക്ലിയർ ആവേണ്ട കുട്ടികൾക്ക് എന്ന്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? 37 സ്റ്റുഡൻസ് ആണ് ഇവിടെ ക്ലാസ്സിൽ കയറിയേക്കണം. 37 എന്ന് പറയുമ്പോൾ 35 ഉള്ളൂ. ഒന്ന് ഞാനും എന്റെ ഈ പ്രസന്റേഷനും ആണ്. 35 ആളുകളെ സ്റ്റുഡൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ആക്റ്റീവ് ആണോ എല്ലാവരും? നിങ്ങൾ എന്താ പറയാ എന്തെങ്കിലും തരത്തില് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നതിൽ അത് പറയണം. കാരണം ഞാനത് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരുന്ന ആരെങ്കിലും ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ?
ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇല്ലാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തരും. നോട്ട്സ് നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ വരുവേ അന്നേരം. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല? അനീഷ ഉണ്ടായിരുന്നില്ല? ഇല്ലില്ല, ഞാനില്ല. ഇതിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഇല്ലായിരുന്നു. അശ്വതി ഇല്ലായിരുന്നു. പിന്നെ ജിജു ഇല്ലായിരുന്നു. ഇത്രയും ബിബിൻ പറഞ്ഞു. ബിബിൻ ഇല്ലായിരുന്നു. ഇത്രയും സ്റ്റുഡൻസ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. പ്രീതി ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഐ തിങ്ക് ദാറ്റ് മീൻസ് യു ആർ സീയിങ് മീ ഫോർ ദ ഫസ്റ്റ് ടൈം. അജോ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാ കാണണേ അല്ലേ? യെസ് മാം. അപ്പൊ എന്റെ പേരറിയോ? പേരറിയോ? ഇല്ല, മറന്നുപോയി. രാവിലെ ആദ്യം പറഞ്ഞിരുന്നു, മറന്നുപോയി. Once again, ഒന്നും പറയാ മാമിന്റെ പേര്? യെസ്, മൈ നെയിം ഈസ് നിഷ. അനീഷയുടെ നമ്മുടെ പേരായി. ഓക്കെ. അപ്പൊ ഇല്ലേ, ഞാൻ എന്തിനാ അത് ചോദിച്ചെന്നറിയോ? ഈ ഗൂഗിൾ ക്ലാസ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സില് കേറാതിരുന്നവർ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ. അപ്പൊ ഞാൻ വേറെ ചോദിച്ചില്ലേ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടോ? ഇല്ല, ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഞാനിപ്പോ ഇത് ഓപ്പൺ ചെയ്ത് എനിക്കെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. ശിക്ഷയുണ്ട്. നമ്മളൊരു കോഴ്സ് തുടങ്ങാൻ വേണ്ടി പോയതല്ലേ. നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, ആ ഒരു കോഴ്സ് എന്താണ് വാട്ട് ഈസ് റിഗാർഡിംഗ് ദിസ് കോഴ്സ് എന്താണ്, ആ കോഴ്സുമായി ബന്ധപ്പെട്ട് എന്ത് ജോലിക്കാൻ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് നമ്മൾ പറഞ്ഞിരുന്നു ഇൻട്രോ ക്ലാസ്സില്. അതായത് ഞാൻ ആ കോഴ്സിനെ സംബന്ധിച്ച് ഇൻട്രൊഡക്ഷന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു ക്ലാസ് ഞാനാ കൊടുത്തേ. അപ്പൊ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല. നമ്മൾ കോഴ്സ് പഠിക്കുമ്പോ അതിന്റെ സിലബസ് പഠിക്കുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഒരു ഇൻട്രോ ക്ലാസ് എന്ന് പറഞ്ഞ് നമുക്കൊരു ക്ലാസ് ഇവിടെ ലൈവായിട്ട് നടക്കുകയും ആ ക്ലാസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ റെക്കോർഡഡ് ആയിട്ട് ഇട്ടു തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ടില്ല എന്നുള്ള ഒരു ശിക്ഷയാണ് കേട്ടോ. കാരണം യു ഹാവ് ടു സീ ദ റെക്കോർഡഡ് ക്ലാസ് ഓഫ് ഇൻട്രോന്റെ ആ റെക്കോർഡഡ് ക്ലാസ് ഒന്ന് കേൾക്കണം സമയം കിട്ടുമ്പോ കേട്ടോ. ഓക്കെ, അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ അതൊന്ന് കാണുക, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ്സുകൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മിസ് ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, മിസ്സായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്താ ചെയ്യേണ്ടത്? അടുത്ത ദിവസം ആ ക്ലാസ് റൂമില് നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് എടുത്ത് കാണണം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എന്താ ക്ലാസ്സിൽ പറഞ്ഞത് മനസ്സിലാകാതെ തൊട്ടടുത്ത ദിവസം നമ്മൾ ക്ലാസ് എടുക്കുമ്പോ അതിന്റെ കണ്ടിന്യൂഷൻ. കാരണം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇറ്റ്സ് എ ലെങ്തി ചാപ്റ്റേഴ്സ്, എല്ലാം ലെങ്തിയാണ് കൂടുതലും. ഒന്നും ഞാൻ എടുക്കുന്ന ഒരു മൂന്നാമത്തെ ചാപ്റ്റർ മാത്രമേ ചെറുതുള്ളൂ, ബാക്കിയൊക്കെ വലുതാ. അപ്പൊ നമുക്കത് കണ്ടിന്യൂഷൻ കിട്ടണമെങ്കിൽ തൊട്ട് മുന്നിൽ നടന്ന ക്ലാസ് സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ, ലൈവില് കയറാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് തന്നെ എടുത്തു വെച്ച് കാണുക. ഓക്കെ, അപ്പൊ അതിന് ഒരു ഫോൾട്ട് നിങ്ങൾ വരുത്തരുത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത ദിവസം പറയുമ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് പറയണേ? ചിലപ്പോ ഇന്നലെ എടുത്ത ടോപ്പിക് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇന്നെടുത്തപ്പോ എനിക്ക് കയറാൻ പറ്റിയില്ല, നാളെ ടീച്ചർ അതിന്റെ വേറെ കണ്ടിന്യൂഷനാ പോണേ. അപ്പൊ ഇന്നലെ ഇതാണോ പറഞ്ഞിരുന്നത്, ഇന്നെന്താണോ വേറെ പറയുന്നത് എന്ന് ടീച്ചറിന്റെ കുഴപ്പമായിരിക്കില്ല, അത് നമ്മുടെ കുഴപ്പമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇതിന്ന് ഇടയിൽ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ടാകും. അതായിരിക്കും അതിന്റെ റീസൺ. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസോ നിങ്ങളുടെ സജഷൻസോ നിങ്ങളുടെ പ്രോബ്ലംസോ എന്തും കേൾക്കാൻ തയ്യാറാണ് ഞാൻ. ഓക്കെ, എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്റെ ക്ലാസ്സിൽ നമുക്ക് നോട്ട്സ് എപ്പോഴാണ് കിട്ടുന്നത്? Notes will be given to you tomorrow morning. I think between 12 o'clock. This recorded classes of the day. Inna nammal class edukkumba this class and also its mock test will be provided to you in the class. No, actually I'm asking ഇത് ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് ഇങ്ങനെ നോട്ട്സ് നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടി വരുമോ അതോ അല്ലാതെ നമുക്ക് കിട്ടുമോ എന്ന് ബുക്സ്? Hard copies are providing from the office. You just contact them. Okay. Thank you. Okay, Anisha. Yes. So all these doubts, any doubts can be cleared by me because മറ്റു ടീച്ചേഴ്സിനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ വരുന്നവരെ ഒന്ന് പേഷ്യന്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ട്രെയിനിങ് പ്രോസസ് ആണ്. സോ ട്രെയിനിങ് പ്രോസസ് ഇൻക്ലൂഡ്സ്
such 5 steps need assessment, setting objectives, designing, implementation, and evaluation. So let's see from the first step. Training in the process, 5 steps. It should be according to that flow. Our flow is systematic order. That means the first step is need assessment. What need assessment? In the need assessment, the need for training, that is to be assessed. And then training in the avashyam endana. Endina training avashyundo. Adu aa oru need avashyam endana adinu thenne assess cheyyam. Training. So this is the first step to identify what is the need of providing such training. Training. So how can we find out the need of training? Training is the need and according to the diagnosis of present and future challenges. That means the organization faces many type of challenges. ഒത്തിരി വെല്ലുവിളികൾ ഓരോ ഓർഗനൈസേഷനും നേരിടുന്നുണ്ട് അല്ലെ? ഉള്ളിലാണെങ്കിലും കുറെ വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ചലഞ്ചസ്, വെദർ ഇറ്റ് ഈസ് പ്രസന്റ് ചലഞ്ചസ് ആൻഡ് ഓൾസോ ദ ഫ്യൂച്ചർ ചലഞ്ചസ്, ഒരു ഓർഗനൈസേഷൻ ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചലഞ്ചസ് ആൻഡ് ഓൾസോ ദ അപ്കമിങ് ചലഞ്ചസ്, വരാൻ പോകുന്ന ചലഞ്ചസും ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. അതാണ് നീഡ്. ട്രെയിനിങ് വേണോ, അതെന്തിനാ, ആവശ്യം എന്താണ് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ആവശ്യം? അത് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻസ്, അതിന്റെ ചലഞ്ചസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചലഞ്ചസ് നോക്കിയിട്ടോ നമുക്ക് ട്രെയിനിങ് ക്യാൻ ബി ഗിവൺ. ഇനിയും മറ്റൊരു രീതിയിൽ നമുക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താം. എങ്ങനെ? ബൈ അസസിങ് ദ എംപ്ലോയീസ് performance, actual performance and also the standard performance. Employees എങ്ങനെ പെർഫോം ചെയ്യുന്നു, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കുക. If they are acting or doing their duty highly efficient and also effectively, then there is no need of providing training, I think. അല്ലേ? വളരെ എഫിഷ്യന്റ് ആയിട്ട്, വളരെ ആക്റ്റീവ് ആയിട്ട്, ഇഫക്റ്റീവ് ആയിട്ട് എല്ലാ എംപ്ലോയീസും ജോലി ചെയ്യുന്നുണ്ട്. So is there any need of providing training? അവിടെ അങ്ങനെയാണെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? എല്ലാവരും നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. പക്ഷേ if you are seeing or noticing that the performance of the employees are not up to the standard we have attained, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് എംപ്ലോയീസിന്റെ പെർഫോമൻസ് എത്തുന്നില്ല എന്ന് കണ്ടാൽ there is a need of training to the employees. തീർച്ചയായിട്ടും എംപ്ലോയീസിന് എന്ത് കൊടുക്കണം? ട്രെയിനിങ് കൊടുക്കണം. നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് ഇത്രയാണ്, പക്ഷേ they are not attaining that particular standard. അവർ ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നില്ല. Then most importantly they have to be provided training. എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കണം. സോ ട്രെയിനിങ് നീഡ് മനസ്സിലാക്കാൻ 2 കാര്യങ്ങളിൽ ബേസ്ഡ് ആണ്. ഒന്ന് പ്രസന്റ് ചാലഞ്ചസ് ആൻഡ് ഫ്യൂച്ചർ ചാലഞ്ചസ് നോക്കിയിട്ട്. Second one, the actual performance of the employees and the standard performance of the organization. Organization's standard actually തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. And if you are comparing, if it is a positive result, നല്ല പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ no need of providing any training. പക്ഷേ if the standard and actually is compared and we see the result is negative, അതിന്റെ ആക്ച്വലും സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കി ഇത്രയാണ് പെർഫോം ചെയ്യേണ്ടത്, പക്ഷെ എംപ്ലോയീസ് അത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ല, ഒരു പകുതി വരെ എത്തിയിട്ടില്ല, average performance even not attained എന്നാണെങ്കിൽ they should be properly given training. അവർക്ക് എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുത്തേ മതിയാകും. Okay, so the training should be given according to the need. Need അനുസരിച്ചിട്ടാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. It should be either given to a particular employee or a group of employees. അങ്ങനെ ട്രെയിനിങ് ആർക്ക് കൊടുക്കാം? ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക എംപ്ലോയീസിനും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ എന്താണ് വാട്ട് ഈസ് ഇൻഡിവിജ്വൽ ട്രെയിനിങ്? ഇൻഡിവിജ്വൽ ട്രെയിനിങ് എന്താ? ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഡെവലപ്പ് ഇൻഡിവിജ്വൽസ് എഫിഷ്യൻസി. ആ ഒരു പെർട്ടിക്കുലർ എംപ്ലോയിയുടെ മാത്രം എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, അതിനാണ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. But in group training, group training എങ്ങനെയാണ്? To make new changes according to the organization's policies or strategies. Organizationന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് if it is given training, അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ ഗ്രൂപ്പ് training എന്ന് വിളിക്കും. So you have to find out what is the need of providing training. That is the first step in training process. Clear ആയോ? First point മനസ്സിലായോ? Any doubt in first points?
Yes, and you have to read up to this much. നമ്മൾ ഈ ഫസ്റ്റ് പോയിന്റ് വരെ എടുത്തിട്ടുള്ളൂ. അവിടെ വരെ read it 2 or 3 times. നിങ്ങളുടെ ഇപ്പൊ ഗ്രൂപ്പില് നമ്മളിതിങ്ങനെ എന്താ പറയാ ഈ ക്ലാസ്സിനകത്ത് തന്നെ ഇതിങ്ങനെ ഇടുമ്പോൾ അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ വായിച്ചൊക്കെ നോക്കാം. 1-2 പ്രാവശ്യം നോട്ട്സ് വിൽ ബി പ്രൊവൈഡഡ്. എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഹാവ് ടു കോൺടാക്ട് വിത്ത് ദ ഓഫീസ് അല്ലെ, ഓഫീസുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഞാൻ നമ്മളുടെ നോട്ടിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും കിട്ടുക. അതൊക്കെ ഇൻഫർമേഷൻസ് ത്രൂ ആണ്, അതിലെയാണ് കൊടുക്കുക. സോ നന്നായി വായിച്ച് നമുക്ക് see you next day. Bye. Thank you. Okay, thank you.